നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. ഇന്ന് ഗ്രാമിന് 280 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 1,05,440 രൂപയായി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1,20,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്ന സൂചനകളാണ് വരുന്നത്. ഓരോ വാർത്തയിലേക്കും നമുക്ക് പോകാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ലാപ്പിലേക്ക്. പോയിന്റ് പട്ടികയിൽ 739 പോയിന്റുകളോടെ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത്. കലോത്സവത്തിൽ ഇന്ന് 60 മത്സര ഇനങ്ങൾ അരങ്ങേറും. സൈക്കിൾ യാത്രയിലൂടെ ശ്രദ്ധേയനായ സഞ്ചാരി തൃശൂർ പത്താങ്കല്ല് സ്വദേശി അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി എടങ്കക്കാട് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്കായി എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്. കല്ലമ്പലം നാവായിക്കുളത്തായിരുന്നു അപകടം. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 3:30 അപകടം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചരിഞ്ഞാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥി ക്രിസ്റ്റോഫ് പോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ലാപ്പിലേക്ക്. പോയിന്റ് പട്ടികയിൽ 739 പോയിന്റുകളോടെ കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. 25 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഇന്ന് 60 മത്സര ഇനങ്ങൾ അരങ്ങേറും. ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 23 മത്സരങ്ങളും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ 30 മത്സരങ്ങളും, ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ 4 മത്സരങ്ങളും ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ 3 മത്സരങ്ങളും നടക്കും. കലോത്സവം 3 ദിവസം പിന്നിടുമ്പോൾ 249-ൽ 181 മത്സര ഇനങ്ങൾ പൂർത്തിയായി. ഇനി 68 മത്സര ഇനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. സൈക്കിൾ യാത്രയിലൂടെ ശ്രദ്ധേയനായ സഞ്ചാരി തൃശൂർ പത്താങ്കല്ല് സ്വദേശി അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 43 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി എടങ്കക്കാട് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം നാട്ടുകാർ കാണുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. സമീപത്തെ തോട്ടുപാലത്തിന് മുകളിൽ നിന്ന് വീണതാകാമെന്നും സംശയമുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കാലുകൾക്ക് പരിമിതിയുള്ള ആൾ കൂടിയാണ് അഷ്റഫ്. 2017-ലെ ഒരു ബൈക്ക് അപകടത്തിൽ അറ്റുപോയതാണ് അഷ്റഫിന്റെ കാൽപാദം. സാഹസിക യാത്ര ഇഷ്ടപ്പെട്ടിരുന്ന അഷ്റഫ് തന്റെ പരിമിതികളെ മറികടന്ന് സൈക്കിളിൽ ഹിമാലയം, ലഡാക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്നു. പകിട്ടിലും മേളപ്പെരുമയിലും പൊലിമ തീർത്ത കൊടുങ്ങല്ലൂർ താലപ്പൊലി തുടരുന്നു. 2ാം താലപ്പൊലിയും നയന ആനന്ദകരമായിരുന്നു. 9 ആനകളോടെ കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയ എഴുന്നള്ളിപ്പ് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. തെക്കേ നടയിലെ ശ്രീ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് മച്ചാട് ജയറാം ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തി. ഇടവും വലവുമായി മറ്റ് 4 ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങിയതോടെ ശ്രീ കുരുമ്പക്കാവിൽ 2ാം താലപ്പൊലിയുടെ ആരവമുയർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് മായന്നൂർ രാജു, പെരുവാരം മോഹനൻ മാരാർ, കലാമണ്ഡലം പ്രദീപ് എന്നിവരുടെ പഞ്ചവാദ്യം അകമ്പടിയായി. ശ്രീ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് 9 ആനകളോടെയാണ് കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ് നിരക്കുകയും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയും പരിവാരങ്ങളും ചേർന്ന് എഴുന്നള്ളിപ്പിനെ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുകയും ചെയ്തു. പാണ്ടിമേളത്തിന് തിരുവല്ല രാധാകൃഷ്ണൻ മാരാർ, കലാമണ്ഡലം രതീഷ്, ചേരനല്ലൂർ ഉണ്ണിക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. 3ാം താലപ്പൊലി നാളായ ഇന്ന് കുരുമ്പമ്മയുടെ നടയിൽ ഗുരുതി പൂജയും രാത്രിയിൽ എടവിലങ്ങ് 18:30 കോവിലകത്തു നിന്ന് രാത്രി എഴുന്നള്ളിപ്പും നടക്കും. വർഷത്തിൽ ഒരു ദിവസം മാത്രം കുരുമ്പമ്മയുടെ നടയിൽ നടക്കുന്ന ഗുരുതി പൂജ രാത്രി 9 മണിയോടെയാണ് നടക്കുക. സന്ധ്യയോടെ 18:30 കോവിലകത്തെത്തുന്ന അടികൾമാർ പത്മമിട്ട് കളമൊരുക്കി പൂജകൾ നടത്തിയാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. എഴുന്നള്ളിപ്പ് ലോകമലേശ്വരം ഉണ്ണിപ്പറമ്പത്തുപടിയിൽ എത്തുമ്പോൾ മേളം നിർത്തി കോലമിറക്കി പൂജ നടത്തും.
ഉണ്ണിപ്പറമ്പത്തുപടി കടന്ന ശേഷം മേളത്തോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് പുലർച്ചെയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള BRCയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. അന്നമനട ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഉല്ലാസയാത്ര അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. യാത്ര വേറിട്ട അനുഭവമായിരുന്നുവെന്ന് കുട്ടികൾ പിന്നീട് പറഞ്ഞു. ഈ വർഷവും കുട്ടികളെ ഒരുമിച്ചുകൊണ്ട് അധ്യാപകർ ഉൾപ്പെടെ കുട്ടികളുടെ പാരൻസ് ഉൾപ്പെടെ ഒരു വിനോദയാത്രയാണ് നമ്മൾ പുറപ്പെടുന്നത്. അതിനു മുമ്പുള്ള ഒരുമിച്ചുള്ള കൂടിച്ചേരലാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും കൃത്യമായി തോന്നുന്നത് ഈ കുട്ടികളെ ആളുകളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമുക്ക് സ്വാഗതം പറഞ്ഞ സുഹൃത്തുക്കളും അത് നേതൃത്വം കൊടുക്കുന്ന ഒക്കെ ഇവിടെയുണ്ട്, മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്നത് വലിയ ഒരു സേവനമാണ്. മാള ബ്ലോക്ക് BRC പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലീജുവിന്റെ നേതൃത്വത്തിൽ 35 ഭിന്നശേഷി വിദ്യാർത്ഥികളും ഓട്ടിസം സെന്ററിലെ 22 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉല്ലാസയാത്രയിൽ പങ്കെടുത്തു. 2 ബസ്സുകളിലായി പുറപ്പെട്ട യാത്രയിൽ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും സ്റ്റാഫ് അംഗങ്ങളും കുട്ടികൾക്ക് പിന്തുണയും സുരക്ഷിതത്വവും നൽകാൻ കൂടെയുണ്ടായിരുന്നു. കൗതുകത്തിന്റെയും സാഹസികതയുടെയും അത്ഭുതത്തിന്റെയും സന്തോഷം തിരതല്ലുന്ന ദൃശ്യാനുഭവങ്ങൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ കുട്ടികൾക്കേറെ ആസ്വാദ്യകരമായി. മാജിക്, ഡാൻസ്, വിവിധ റൈഡുകൾ, സൈക്ലിംഗ്, നീന്തൽ, ഇല്യൂഷൻ, ആകാശയാത്ര ഇവയെല്ലാം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. മീഡിയ ടൈം, മാള. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഒരു സത്യം പറഞ്ഞാൽ നമ്മളിന്ന് പെൻഷൻകാർ വളരെയധികം വേദനയിലും സങ്കടത്തിലൊക്കെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ പരിഷ്കരണം, 5 കൊല്ലം കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം നമുക്ക് ഇപ്പോൾ 20 മാസമായി ഇന്ന് വരെയും അതിനെക്കുറിച്ച് യാതൊരു നടപടിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. 2019 ജൂലൈ 1 മുതൽ നമുക്ക് പെൻഷൻ പരിഷ്കരണം ലഭിച്ചു. ആ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ 11,500 രൂപയായി നമുക്ക് നിശ്ചയപ്പെടുത്താൻ സാധിച്ചു. അതിന് പുറമെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം KSSPUവിൻ്റെ നേതാക്കളുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് 80 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ സ്പെഷ്യൽ കെയർ അലവൻസ് അനുവദിച്ചു കിട്ടി. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. MR വേലുക്കുട്ടി, MA രാജേന്ദ്രൻ, വിജയഗോപാൽ, TD ഫ്രാൻസിസ്, VN പീതാംബരൻ, PA സീനത്ത്, PG വിജയൻ, CG കരുണാവതി, AV ഗിരിജ, റാണി ജോസഫ്, PK ബാബു, MR സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് EN പരമേശ്വരൻ വരണാധികാരിയായി പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ലാപ്പിലേക്ക്. പോയിന്റ് പട്ടികയിൽ 739 പോയിന്റുകളോടെ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത്. കലോത്സവത്തിൽ ഇന്ന് 60 മത്സര ഇനങ്ങൾ അരങ്ങേറും. സൈക്കിൾ യാത്രയിലൂടെ ശ്രദ്ധേയനായ സഞ്ചാരി തൃശൂർ പത്താങ്കല്ല് സ്വദേശി അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി എടങ്കക്കാട് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.